ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഹാബിൽ. അപ്പോൾ എപ്പിസോഡ് 7 ഫസ്റ്റ് വീഡിയോ നോക്കാം. ജിന്നിന്റെ റൂഹ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്തോ. ജീവിതം സുന്ദരമാവാൻ ഒരുപാട് ആളുകളൊന്നും വേണ്ട. എല്ലാ സാഹചര്യത്തിലും നമ്മളുടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടായാൽ മതി. ശരിയല്ലേ? അങ്ങനെ കുറേ ആളുകളുണ്ടെങ്കിൽ മാത്രമേ ലൈഫ് അടിപൊളിയാവുന്നില്ല. ഇപ്പൊ ആരും ഇല്ലെങ്കിലും ഒറ്റക്ക് ഹാപ്പി ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾക്ക് പകരം നമുക്കറിയുന്ന ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്ന മിനിമം ഒരാളുണ്ടായാലും മതി. ഒരുപാട് ആളുകൾ ആവശ്യമൊന്നുമില്ല. അടുത്തത്, ഈ ജിന്നിന്റെ റൂഹ് എനിക്ക് തോന്നുന്നത് ഇവരെ റൈറ്റിങ്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് വീഡിയോസിൽ വരുന്നുണ്ട്. നല്ല നല്ല റൈറ്റിങ്സ് കേട്ടോ. രണ്ടാമത്തെ വീഡിയോ ആയിരുന്നാരോ, ഇതൾ റൈറ്റിങ്സ് 0123 എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്ത ദുനിയാവിലെ സ്വർഗം ഏതാണെന്നറിയോ? അത് നമ്മുടെ വീടാണ്. അവിടുന്ന് വിട്ടു നിൽക്കുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ. സത്യം. ഇത് നമുക്ക് ഫീൽ ചെയ്യപ്പെടാറ് നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ സ്വന്തം നാടിന്റെ ഏതെങ്കിലും ഒരു പരിസരത്ത് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. സ്വന്തം നാടിന്റെ ഒരു പരിസരത്ത് എത്തുമ്പോൾ കിട്ടുന്ന സമാധാനത്തിന്റെ ഒരു 100 ഇരട്ടി സമാധാനം നമുക്ക് കിട്ടും നമ്മളെ സ്വന്തം വീട്ടിലേക്ക് കണ്ട് കയറുമ്പോൾ. ഒരു നീണ്ട യാത്രയൊക്കെ കഴിഞ്ഞ് സ്വന്തം വീട്ടിലെത്തി ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറി നമ്മൾ റൂമിന്റെ ഡോറ് തുറക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. എൻ്റെ മോനെ, എന്താ പറയലേ. എന്നിട്ട് നമ്മളിങ്ങനെ ആ ബെഡിലേക്ക് കണ്ട് കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ നമ്മളെ വീടാണിത്, സ്വന്തം വീട്. പക്ഷെ അതിന്റെ വില മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആ വീട്ടിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കണം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ലോകത്ത് ഏറ്റവും സമാധാനത്തോടെ നമ്മളൊക്കെ കിടന്നുറങ്ങുന്നതും ഏറ്റവും സേഫ് ആയിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നതും നമ്മളെ സ്വന്തം വീട്ടിലാണ്. അത് എത്ര ചെറിയ വീടാണെങ്കിലും എത്ര വലിയ വീടാണെങ്കിലും അതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന ആ ഒരു സമാധാനവും സന്തോഷമൊന്നും വേറെ ഒന്നും കിട്ടൂല. സത്യം. ഭയങ്കര ടച്ച് ചെയ്ത് റൈറ്റിംഗ് ആയി പോയിട്ടോ. കാരണം നമ്മളെ കുറെ ആളുകൾക്ക് ഇപ്പോൾ എന്താ പറയുക, വീട്ടിൽ നിന്ന് മടുപ്പ് വരിക, മടുത്ത് എന്നൊക്കെ പറയും. ഇത് കൂടുതലും പറയാ വീട് വിട്ടു നിൽക്കാത്ത ആളുകളാ. ഇവരൊന്ന് വീട് വിട്ടു നിൽക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ മനസ്സിലാവും വീടിന്റെ ഒരു വാല്യൂ. അടുത്തത്, നീലാകാശം ഒഫീഷ്യൽ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ നാളെ ഉണ്ടാവുമോ എന്ന് ഉറപ്പില്ലേലും നമ്മൾ അലാറം വെക്കുന്നില്ലേ, അത്രേ ഉള്ളു ലൈഫും. ചുമ്മാ അങ്ങ് പ്രതീക്ഷിച്ചേക്കണം, എല്ലാം ശരിയാവുമെന്ന്. അതെ, ഒരു പ്രതീക്ഷ. നാളെ രാവിലെ കണ്ണു തുറക്കുമോ നാളെ രാവിലെ എണീക്കില്ലെന്ന് അറിയില്ലെങ്കിലും നമ്മൾ അലാറം വെക്കും. അതേപോലെ തന്നെ നമ്മൾ ചില ആളുകളോട് പറയും നാളെ വരാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരാം. അങ്ങനെ ഒരുപാട് പ്ലാനൊക്കെ ഉണ്ടാവും നമുക്ക്. നാളത്തേക്കും അടുത്ത ആഴ്ചത്തേക്കും ഒരുപാട് പ്ലാനിങ്സും കാര്യങ്ങളും ഉണ്ടാവും. എന്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളിതൊക്കെ പ്ലാൻ ചെയ്യണത്? എന്തുറപ്പുണ്ട് നമുക്ക് അടുത്ത മണിക്കൂറിൽ നമ്മൾ ജീവനോടെ ഉണ്ടാവും നമുക്കറിയില്ല. നമ്മള് വെൽ പ്ലാനിങ് ആണ്. നാളത്തേക്ക്, അടുത്ത ആഴ്ചത്തേക്ക്, അടുത്ത മാസത്തേക്ക്, ഈ വർഷത്തിലെ അവസാന മാസത്തിലേക്ക് 100 കണക്കിന് പ്ലാനിങ് ആണ്. എന്താ പോലെ. പക്ഷെ എന്നാലും നമുക്ക് പ്ലാൻ ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം. അതെ, അതാണ്. ഒരു ഗ്യാരണ്ടി ഇല്ലാതെ, നാളെ എണീക്കുന്ന ഒരു ഗ്യാരണ്ടി ഇല്ലാതെ നമ്മൾ അലാം വെക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ലൈഫും എല്ലാം ശരിയാവുന്നാണ്ട് പ്രതീക്ഷിക്കുക. ആ ഒരു പ്രതീക്ഷയായിട്ടാണ് മുന്നോട്ട് പോവുക. നീലാകാശം പറഞ്ഞത് കറക്റ്റാണ്. പ്രതീക്ഷകളല്ലേ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അടുത്തത്, കേരള MP4 എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ നമ്മൾ പരിശ്രമിക്കാതെ തോറ്റുപോകുന്നതാണ് ഏറ്റവും വലിയ പരാജയം. സത്യമാണത്. ഇത് ആക്ച്വലി ഞാൻ ഒരു വീഡിയോയിൽ, എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, സീരിയസ്ലി കേരള MP4 എഴുതിയ റൈറ്റിംഗ്, നമ്മൾ പരിശ്രമിക്കാതെ തോറ്റുപോകുന്നതാണ് ഏറ്റവും വലിയ പരാജയം. സത്യമാണത്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ 2 ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അത് ജയിക്കാം, അല്ലെങ്കിൽ അത് തോൽക്കാം. നമ്മൾ ട്രൈ ചെയ്തിട്ടേ ഇല്ല എന്ന് വിചാരിക്കുക, അതിലൊരിക്കലും ജയം എന്നുള്ളൊരു കാര്യം ഉണ്ടാവില്ല. സോ ജയം എന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വി ഷുഡ് ട്രൈ ദാറ്റ്. നമ്മളത് പരിശ്രമിക്കെങ്കിലും വേണം. ഒരിക്കലെങ്കിലും നമ്മളത് എന്താ പറയുക, ആ മധുരം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, വിജയിച്ചവന്റെ മധുരം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ ശ്രമിച്ചെങ്കിലും നോക്കണം. ശ്രമിക്കാത്ത ഒരാളും ഇതുവരെ എവിടെ ജയിച്ചിട്ടില്ല. മാർക്ക് മൈ വേർഡ്സ്. ട്രൈ ചെയ്യാതെ ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിക്കാതെ ഇന്ന് വരെ ഒരാൾ ഒരു കാര്യം നേടിയെടുത്തിട്ടില്ല.
ശ്രമിക്കാത്ത ആളുകൾക്ക് വേറെ ഒരു ഓപ്ഷനും അവിടെ ഇല്ല. അവർക്കത് നേടാനോ അല്ലെങ്കിൽ അവർക്കത് ജയിക്കാനോ ആവില്ല. ശ്രമിച്ച ആളുകൾ തോറ്റു പോയിട്ടുണ്ടെങ്കിലും അവർ ശ്രമിക്കണം, വീണ്ടും വീണ്ടും ശ്രമിക്കണം. ശ്രമിച്ച ആളുകൾക്ക് മാത്രമേ ജയിക്കാൻ മിനിമം ചാൻസ് എങ്കിലും ഉള്ളൂ. 50-50 ചാൻസ് എന്നൊക്കെ നമ്മൾ പറയല്ലോ, ആ ഒരു 50-50 ചാൻസ് വേണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളത് ട്രൈ ചെയ്യണം, ഒന്നാലോചിച്ച് നോക്കണം കറക്റ്റ് ആണോ അല്ലെന്ന്. സത്യമാണ് അവർ പറഞ്ഞത്. അടുത്തത് സ്റ്റോറീസ് അനു എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. എത്ര പെട്ടെന്നാണല്ലേ ചിലർ പ്രിയപ്പെട്ടവരായി മാറുന്നതും ആരുമല്ലാതായി തീരുന്നതും. ചില ആളുകള് ലൈഫിലേക്ക് ഒരു വരവണ്ട് വരും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, എന്നിട്ട് പെട്ടെന്ന് ക്ലോസ് ആവും, നമ്മളെ ഫേവറേറ്റ് ആയി മാറും. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഇവർ നമുക്ക് ആരും അല്ലാണ്ടായി മാറും. സിറ്റുവേഷൻ കൊണ്ട് ആകാം, അതല്ലെങ്കിൽ എന്താ പറയാ ബോറടിച്ചത് കൊണ്ടാകാം, പല റീസൺസും ഉണ്ട്. എല്ലാവരുടെ റീസൺസും സിറ്റുവേഷൻ കൊണ്ടാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ചിലവർക്ക് മടുപ്പ് തോന്നിയിട്ട് മാറുന്നവരുണ്ടാകാം, കാരണങ്ങൾ കണ്ടെത്തിയിട്ട് മാറുന്നവരുണ്ടാകാം. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ട് വേറൊരു ഓപ്ഷനും ഇല്ലാതെ അത് മാറിപ്പോയവരും ഉണ്ടാവും. പക്ഷെ ഇതെല്ലാവരും അവസാനം പറഞ്ഞു വരാ ഇത് സാഹചര്യം കൊണ്ടാണെന്ന്. പക്ഷെ എല്ലാവരും ഒരു പെർട്ടിക്കുലർ എന്താ പറയുക ജെന്യൂൻ സിറ്റുവേഷൻ കൊണ്ടൊന്നല്ല. ചില ആളുകൾ മാറുന്നത് വ്യക്തമായി അവർക്ക് അറിയാം, ഇത് എന്താ പറയാ ഇത് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സിറ്റുവേഷൻ വളരെ മോശമായി പോകും, അയാൾക്ക് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ. അത് അറിഞ്ഞിട്ടും മാറുന്ന ആളുകളുണ്ട്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്തോ സംഭവിച്ചോട്ടെ, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള തോട്ടില് അവർക്ക് പ്ലസ് പോയിന്റ് കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു നല്ല കാര്യം കിട്ടുന്ന സമയത്ത് ഒറ്റയടിക്ക് ഇട്ടു പോവുക എന്ന് പറയുന്ന പോലെ ഒഴിവാക്കുന്നത് ആളുകളെയാണ്. അവർക്കൊരു മനസ്സുണ്ടെന്ന് ആലോചിക്കണം. എന്ത് പറയാനല്ല അങ്ങനെയുള്ള ആളുകളോടൊക്കെ നമ്മള് പെട്ടെന്ന് ഫേവറേറ്റ് ആയി മാറിയിട്ട് ഒറ്റയടിക്ക് ആരും ഇല്ലാതാക്കുകയാണ് അവർ നമ്മളെ. ആക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക, അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് അമാ ബുക്ക് അസ് എന്ന് പറയുന്ന, അമാ ബുക്ക് എന്നാണോ എംഎ ബുക്ക് എന്നാണോ എമാ ബുക്ക് എന്നാണോ നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ എമാ ബുക്ക് അസ് അതാണ് പേജിന്റെ പേര്. അതിൽ എഴുതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു യു നെവർ ലെഫ്റ്റ്. If you ask me how many times you came to my mind, I would say only once, because you came and never left. എൻ്റെ മോനെ അടിയിൽ ലഫ് എന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അത് കൊള്ളട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ലൈൻസ് അല്ലേ. ഒന്ന് വായിച്ചു നോക്കി. എമാ ബുക്കസ് എന്ന് പറയുന്ന പേജ് പോസ്റ്റ് ചെയ്ത്, യു നെവർ ലെഫ്റ്റ്. If you asked me how many times you came into my mind, I would say only once, because you came and never left. Love. എന്താ പറയാ, ഇതിന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊക്കെ എങ്ങനെ എഴുതുന്നതിലെ. നീ എത്ര തവണ എൻ്റെ മൈൻഡിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു തവണ വന്നിട്ടുള്ളത്. കാരണം ഒരു തവണ വന്നതിന് ശേഷം നീ പിന്നെ എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ശരിയല്ലേ? പോയി കഴിഞ്ഞാലല്ലേ പിന്നെ തിരിച്ചു വരേണ്ട ആവശ്യമുള്ളൂ. പോകാത്ത ഒരാൾ വീണ്ടും വീണ്ടും വരേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി അവർ നമ്മളെ മനസ്സിലുണ്ട്. എന്താ ലൈൻസിൽ ഓരോരുത്തരുത് ഫീൽ ചെയ്യുന്ന ലൈൻസാണ്. അതിന് മാച്ചായ മ്യൂസിക്കും കൂടി കൊടുക്കുമ്പോണ്ടല്ലോ ഒരു ലൈൻസ്, ആ ലൈൻസിന് പറ്റിയ മ്യൂസിക് കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുമ്പോൾ ആ റൈറ്റിങ്സിന് കിട്ടുന്ന ഒരു ഡെപ്ത് ഉണ്ട്. നമ്മൾ പറയുമല്ലോ ആത്മാവാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ഒരു കൈൻഡ് ഓഫ് സോളാണ്. ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിലും, ഒരു പോസ്റ്റിനാണെന്നുണ്ടെങ്കിലും, ഒരു റൈറ്റിങ്ങിനാണെന്നുണ്ടെങ്കിലും ജീവൻ നൽകുന്ന ഒരു കാര്യമാണ് മ്യൂസിക്. അടുത്തത് വീണ്ടും കേരള MP4 എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്ത്, മനുഷ്യനാണ്, മാറും, മറക്കും, അടുക്കും. സത്യം, മനുഷ്യർ മാറും. എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ ഉണ്ടാവില്ല. സമയം മാറുന്നതിനനുസരിച്ച്, കാലം മാറുന്നതിനനുസരിച്ച്, സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് ആളുകൾ മാറണം. സിറ്റുവേഷൻ ചേഞ്ചസ് പീപ്പിൾ. അത് അങ്ങനെ തന്നെയാണ്. സാഹചര്യങ്ങൾ ആളുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചെറുപ്പത്തിൽ ഒരു 10th പഠിച്ച സമയത്തുള്ള നമ്മളാവില്ല പ്ലസ് 2 പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ, ഒരു ജോലിക്ക് കയറുമ്പോൾ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ചുകൾ വന്നുകൊണ്ടേയിരിക്കും. മനുഷ്യനാണ്, മാറണം, മറക്കും. അതൊരു അനുഗ്രഹമാണ്. നമുക്ക് മറക്കാൻ പറ്റുക എന്നുള്ളത് സത്യം പറഞ്ഞ ഒരു ഭാഗ്യമല്ലേ. നമ്മളെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, എന്തൊക്കെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അത്രയും വേദനകളും നമ്മൾ അനുഭവിച്ചിരിക്കുന്നത്. സോ മറവി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയ ഒരു കാര്യം കൂടിയാണ്. നമുക്ക്
പല കാര്യങ്ങളും മറക്കാൻ പറ്റിയത് കൊണ്ടല്ലേ നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞത്. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് മറവി എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. അടുത്തത് മടുക്കും. അത് ഒരു കൈൻഡ് ഓഫ് പെയിൻഫുൾ തിങ്, ഐ തിങ്ക് സോ. അതായത് ഒരാളെ നമ്മൾ ഒരാളെ വെച്ച് നോക്കുകയാണെന്ന സമയത്ത് ഒരാളെ നമുക്ക് മടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് നമ്മൾ വലിയ കാര്യമോ, പക്ഷെ നമുക്ക് അയാൾ മടുത്ത് തുടങ്ങാം. ആൻഡ് ഫൈനലി ദ എൻഡ്, മരിക്കും. ഏതൊരു മനുഷ്യനും എൻഡ് ഓഫ് ദ ലൈഫ് മരണം. ജീവിതത്തിന്റെ അവസാനം മരണം തന്നെയാണ്. അതിപ്പോൾ നമ്മൾ എന്തൊക്കെ വാക്കുകൾ കൊണ്ട് എത്രയൊക്കെ ബ്യൂട്ടിഫുൾ ലൈൻസ് വെച്ചിട്ടും എന്തൊക്കെ ബ്യൂട്ടിഫുൾ വീഡിയോസ് വെച്ചിട്ടും ക്രിയേറ്റ് ചെയ്താലും എൻഡ് ഓഫ് ദ ലൈഫ് മരണം തന്നെയാണ്. അതിന് ശേഷം മരിച്ച ആളുകൾ പിന്നെന്താ പറയാ, നമുക്കൊരു ഓർമ്മയല്ലേ. പിന്നെ നമുക്കെന്താ, പിന്നെ അത് തീർന്ന് പിന്നെ അവർക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്തു കൊടുക്കാനുമില്ല, അല്ലെങ്കിൽ അവർക്കായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എൻഡ് ഓഫ് ദ ലൈഫ്, ഇതൊരു റിയാലിറ്റിയാണ് ഡെത്ത് എന്നുള്ളത്. അടുത്തത് സഫു റൈറ്റിങ്സ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്ത കേട്ടോ. കൊറോണയും വെള്ളപ്പൊക്കവും വന്നപ്പോൾ തുടങ്ങിയ കഷ്ടകാലമാ ഇതുവരെ തീർന്നിട്ടില്ല, എന്നാണാവോ ഒന്ന് റെഡി ആവുക. അത് കൊണ്ടുപോയിട്ടോ, അത് വിഷയം റൈറ്റിങ് കറക്റ്റില്. അല്ല, കറക്റ്റ് ഞാൻ പറയില്ല, പക്ഷെ അതൊരു കോമഡി റൈറ്റിംഗ് ആയി പോയി. കൊറോണയും വെള്ളപ്പൊക്കം വന്നപ്പോ തുടങ്ങിയ കഷ്ടകാലമാ ഇതുവരെ തീർന്നിട്ടില്ല, എന്നാണാവോ ഒന്ന് റെഡിയാവുക. കമന്റ് സെക്ഷനും കൊള്ളാം. ഞാൻ വായിക്കണില്ല, ചില രസമുണ്ട്. ഒരു വെറൈറ്റി സാധനമായിട്ട് എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. സപ്പറേറ്റിക്സ് ആണ് ഇത് പോസ്റ്റ് ചെയ്ത്. കൊള്ളാം. അടുത്തത് ഞാനും മോളും എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്ത, ജീവിതത്തിൽ ചിരിക്കാൻ മാത്രം പഠിച്ചാൽ മതി, കരയാൻ മറ്റുള്ളവർ പഠിപ്പിച്ചു തരും. എന്താ ചില ആളുകള് ലൈഫിൽ വന്നിട്ട്, പക്ഷെ എല്ലാവരും ലെസണാണ്. ഏതൊരാളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ വരുന്ന എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഒരു റോൾ ഉണ്ട്. അതിപ്പോൾ ചില ആളുകൾക്ക് പോസിറ്റീവ് റോളാകാം, ചില ആളുകൾക്ക് നെഗറ്റീവ് റോളാകാം. ഈ നെഗറ്റീവ് റോളാണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് റോളാണെന്നുണ്ടെങ്കിലും നമുക്കതൊക്കെ തരുന്നത് പാഠങ്ങളാണ്. ഇവരൊക്കെ നമ്മളെ ലൈഫിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നമ്മളൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് അവർ പോവുക. ചില ആളുകൾ പഠിപ്പിക്കുന്ന പാഠം ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ചാപ്റ്ററാവും. അത് നമ്മളെ ലൈഫിൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത, ഏതൊരു സാഹചര്യത്തിലും നമ്മൾ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന പാഠങ്ങൾ പഠിപ്പിച്ചു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തി പറയുന്ന ഒരു ലൈൻസ് ആണിത്. നമ്മൾ ഒരു മനുഷ്യൻ ചിരിക്കാൻ മാത്രം പഠിച്ചാൽ മതി, നമ്മളെ കരയാൻ വേണ്ടി കുറെ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരും. നമ്മൾ എങ്ങനെ കരയണം, എത്ര ചങ്ക് പൊട്ടി കരയണം, അല്ലെങ്കിൽ എത്ര വേദനയോടെ കരയണം എന്ന് കുറെ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തരും. എന്തായാലും ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനത്തെ കുത്തി പറയുന്ന പോലത്തെ ലൈൻസ്, പക്ഷെ സത്യമുള്ള ലൈൻസ് ആട്ടോ അതൊക്കെ. അടുത്തത് വള്ളിക്കെട്ടുകൾ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്ത, ജീവിതം എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ശ്രമിക്കേണ്ട, നിനക്ക് നീ മതിയാകണം, അവിടെ നീ ജീവിച്ചു തുടങ്ങി. ലൈഫ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. എല്ലാവരുടെ കയ്യിൽ നിന്നും നല്ല സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ബാക്കിയുള്ളവരുടെ വാക്ക് കേട്ട് ബാക്കിയുള്ളവരുടെ ജഡ്ജ്മെന്റ് ബേസ് ചെയ്തിട്ട് ഒഴിവാക്കുക. അതല്ലെങ്കിൽ ലൈക്ക് നമ്മൾ അങ്ങനെ ചെയ്ത ഓരെന്ത് വിചാരിക്കും, ഈ തോട്ട് വെച്ചിട്ട് പല കാര്യങ്ങളും മാറ്റി വെക്കുക. ഇതിനൊന്നും ഒരു ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ചെയ്യാനത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് മറ്റൊരാളുടെ ലൈഫിനെ ഹേർട്ട് ചെയ്യാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ, മറ്റൊരാളുടെ സ്പേസിൽ കയറി കളിക്കാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ജീവിക്കാനില്ല. അതുപോലെ തന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ട യാതൊരു കാര്യമില്ല. ഓർക്കാണെന്നുണ്ടെങ്കിലും നമുക്കാണെന്നുണ്ടെങ്കിലും ലൈഫ് ഒന്നേ ഉള്ളൂ. നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ആളുകളുണ്ടാകാം, നമ്മളെ കളിയാക്കുന്ന ആളുകളുണ്ടാകാം, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. ഇവർക്കും നമുക്കൊക്കെ ഒരു ജീവിതമേ ഉള്ളൂ. നമ്മൾ ഓരോ വാക്ക് കേട്ട് നമ്മളെ ലൈഫ് വെറുതെ വേസ്റ്റ് ചെയ്യണ്ട, നമ്മളെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. നമ്മൾ ഓരോ കാര്യം പറയാനോ നിൽക്കണ്ട, ഓരോ പണി നോക്കിക്കോട്ടെ, നമുക്ക് നമ്മളെ പണി നോക്കിയാൽ പോരെ. എല്ലാവരും അവനവന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. അവനവന്റെ ഇഷ്ടങ്ങൾ ഒരിക്കലും മറ്റൊരാളുടെ സ്പേസിൽ കയറിയിട്ടുള്ള, മറ്റൊരാളുടെ വേദനിപ്പിച്ചിട്ടുള്ള ഇഷ്ടങ്ങളാകരുത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അടുത്തത് ട്രസ്റ്റ് ഗോഡ് ബ്രോ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ, ഐ ആം ഇൻ ലവ് വിത്ത് ദിസ് ഗോഡ്,
If it doesn't happen the way you wanted, it will happen in a better way than imagined. That's the beauty of God's plan. സത്യം കേട്ടോ, അത് നമുക്ക് ചില മൊമെന്റിൽ നമുക്ക് മനസ്സിലാവുക. അതായത് ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയായിട്ട് നമ്മളെ ലൈഫിൽ സംഭവിക്കും. നമ്മൾ വിചാരിക്കും എന്താണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കാതെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കുന്നില്ല, അങ്ങനെ അങ്ങനെയൊക്കെ ചിലപ്പോൾ നമുക്ക് കുറ്റപ്പെടുത്തലൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ച രീതിയേക്കാൾ മനോഹരമായിട്ട് നമ്മളെ ലൈഫിൽ സംഭവിക്കും. എന്താ പറയാ, ഈ മെഡിക്കൽ സയൻസിലൊക്കെ പറയുന്ന പോലെ ഒരു മെഡിക്കൽ മിറാക്കിൾ എന്നൊക്കെ ആണല്ലോ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ പറയാം. അതേപോലെ ഒരു ലൈഫ് മിറാക്കിൾ, ജീവിതത്തിലെ ഒരു അത്ഭുതം, അങ്ങനെയാണ്. അത് നമുക്ക് പടച്ചോൻ തരുന്നൊരു അനുഗ്രഹമാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ച കാര്യം അത്രയ്ക്ക് ജെന്യൂൻ ആയതുകൊണ്ടാണ്, നമ്മൾ ആഗ്രഹിച്ചതിന് വേണ്ടി നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാണ്, ശ്രമിച്ചത് കൊണ്ടാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യം അത് തിരിച്ച് നമ്മളെയും ആഗ്രഹിച്ചത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ആ ഒരു മൊമെന്റിൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ മനോഹരമായിട്ട് അത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് വൈകിപ്പോയതെന്നൊക്കെ. നല്ല രസമുള്ള ലൈൻസിലെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്തത് ജിന്നിന്റെ റൂഹ് എന്ന് പറയുന്ന ഒരു പേജ്. ഞാൻ പറഞ്ഞില്ല ജിന്നിന്റെ റൂഹ് നമുക്ക് കുറേ വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താ. സങ്കടങ്ങൾ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞ് അത് മിസ്സായിപ്പോയി, ഒന്നുകൂടെ എടുത്തരാം. ജിന്നിന്റെ റൂഹ് എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്ത്, സങ്കടങ്ങൾ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞ് ഉള്ളിലൊതുക്കിയാലും രാത്രിയിൽ എവിടുന്നോ ചില ഓർമ്മകൾ വന്ന് കണ്ണു നിറയ്ക്കും. വീണ്ടും ഓർക്കുന്നുവോ അന്നു നാം തങ്ങളിൽ പിരിയും രാവ്, എന്നും ഓർക്കുന്നു ഞാൻ. ഒരാള് ഏതൊരാളാണെന്നുണ്ടെങ്കിലും ആ ആളെ ഏറ്റവും കൂടുതൽ ആളുടെ ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് രാത്രിയാണ്. നമ്മൾ ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് നമ്മളെ പാസ്റ്റ്, നമ്മളെ പ്രസന്റ്, നമ്മളെ ഫ്യൂച്ചർ, ഇത് മുഴുവൻ ഒരാൾ ചിലപ്പോൾ ഒരൊറ്റ സ്ട്രെച്ചിൽ ആലോചിക്കും. അതിനുള്ളൊരു പവർ ഉണ്ട് രാത്രിക്ക്. ഈ രാത്രി എന്ന് പറയുന്നത് ഉണ്ടല്ലോ, നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഇമാജിൻ ചെയ്ത് അതിന്റെ പീക്ക് ലെവലിൽ എത്തിക്കാൻ വരെ പറ്റും. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതൊക്കെ ഭയങ്കര കറക്റ്റും ആവട്ടോ, അതിൽ ഒരിക്കലും അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ സമയത്ത് നമുക്ക് കുറേ റിയാലിറ്റികൾ മനസ്സിലാവും. ഈ രാത്രി നമ്മൾ ആലോചിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ പറഞ്ഞ അതിനൊരു എൻഡ് കിട്ടൂല. ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പുറത്ത് പറയാതെ ഉള്ളിൽ ഒതുക്കിയൊക്കെ പല കാര്യങ്ങളും ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളോ, പക്ഷെ രാത്രി ആകുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ ഉള്ളിൽ നിന്നങ്ങോട്ട് വരും. നമ്മളിങ്ങനെ പിടിച്ചു വെക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്ട് ഉള്ളിൽ നിന്നാണ്ട് പുറത്ത് കണ്ട് വന്നിട്ട് ഇത്രയൊക്കെ പിടിച്ചു വെച്ചാൽ ഒരു മനുഷ്യൻ കരയുന്ന ഒരു പോയിന്റ് ഉണ്ട്. കയ്യിൽ നിന്ന് പോവുക എന്നുള്ള ഒരു പോയിന്റ് എത്തുമ്പോൾ ഏതൊരു മനുഷ്യനും കരഞ്ഞു പോകും. ഇത് കൂടുതൽ സംഭവിക്കുക രാത്രിയാണ്. രാത്രിയിൽ ഒരു സ്വന്തം റൂം അടച്ചിട്ടിട്ട് എത്ര ആളുകൾ കരഞ്ഞിട്ടുണ്ടാവും, ഒട്ടി കരഞ്ഞിട്ടുണ്ടാവും. പല കാര്യങ്ങളും ആലോചിച്ചിട്ട്, പണ്ടെപ്പോഴോ നടന്ന കാര്യങ്ങളാകാം, അല്ലെങ്കിൽ അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാകാം, ചില ആളുകൾ വരാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് വരെ കാര്യം. പക്ഷെ രാത്രി എന്ന് പറയുന്നത് കണ്ണു നിറയ്ക്കാൻ കെൽപ്പുള്ളൊരു സമയമാണ്. അടുത്തത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ റൈറ്റിങ്സ് ഒക്കെ ഭയങ്കര ടച്ചിങ് ആണ്. അടുത്തത് സഫു റൈറ്റിങ്സ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താട്ടോ. പോയതിനെ പറ്റി ഞാനിപ്പോൾ ചിന്തിക്കാറില്ല, അടയ്ക്കാനുള്ള EMI പറ്റിയാണ് എൻ്റെ ചിന്ത മുഴുവൻ. ഇതെനിക്ക് തോന്നി ഇവരെന്നെ നേരത്തെ മറ്റേ റൈറ്റിങ്സ് എഴുതിയത്. ഇത് കൊള്ളട്ടെ ഇവര്. എന്താണ് ഫസ്റ്റത്തെ ലൈനൊക്കെ വായിക്കുമ്പോൾ ലൈക്ക് ഇമോഷണലി എന്തോ ഒരു സാധനം കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറയണ പോലെ. പോയതിനെ പറ്റി ഞാനിപ്പോൾ ചിന്തിക്കാറില്ല, അടയ്ക്കാനുള്ള EMI പറ്റിയാണ് എൻ്റെ ചിന്ത മുഴുവൻ. എന്തായാലേ ഈ തകർന്ന മനസ്സുമായിട്ട് ഇരിക്കുന്ന ആളുകളൊക്കെ ഇത് കേൾക്കും, അറിയാതെങ്കിലും ഒന്ന് ചിരിച്ചോ ചിലപ്പോ. അതായത് പണ്ട് പോയതൊക്കെ പോട്ടെ, അത് വിഷയമുള്ള കാര്യമില്ല, അതൊക്കെ ഇന്റെ ചിന്ത മുഴുവൻ ഇന്റെ ഇമ്മാസത്തെ EMI കുറിച്ചാണെന്നുള്ളൊരു എന്ത് കൂളായിട്ടാണ്, ഭയങ്കര അടിപൊളിയായിട്ട് പറയണത്. സഫർ റൈറ്റിങ്സ് ഉള്ള പേജ് അടിപൊളിയാട്ടോ, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. മൈൻഡ് മാറ്റാൻ പറ്റുന്നൊരു പേജാണ്. അടുത്തത് നമ്മളെ ലാസ്റ്റ് ഇതാണ് കേട്ടോ, ലാസ്റ്റത്തെ കോട്ടാണ്.
കലാമി എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താ. സ്വഭാവമാണെടോ മറ്റൊരാളെ അടുപ്പിക്കാനും അകലിപ്പിക്കാനും കഴിവുള്ള ഏക വസ്തു. സ്വഭാവം തന്നെയാണ്. ഒരു മനുഷ്യനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് ചിലപ്പം കുറെ ആളുകൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യുന്ന ആളുകളുണ്ടാകും. പക്ഷെ ശരിക്കും ഒരു മനുഷ്യനായിട്ട് നമ്മൾ അടുക്കുന്നതും അകലുന്നതൊക്കെ അയാളുടെ ക്യാരക്ടർ വോയിസ് ആണ്. നമുക്ക് സീരിയസ്ലി നമുക്ക് ശരിക്കും ആലോചിച്ച് മനസ്സിലാവും. നമ്മൾ കുറെ ആളുകൾ പറയും ആദ്യം കണ്ട സമയത്ത് ഭയങ്കര ജാടാണെന്ന് തോന്നിയ ആളുകളാണ് ചിലപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും കണക്ട് ആയ ആളുകൾ എന്നൊക്കെ. അത് കണക്ട് ആവാൻ കാരണം നമ്മൾ അവരായിട്ട് പേഴ്സണലി കണക്ട് ആയതുകൊണ്ടാണ്, അവരുടെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇതേപോലെ ഒരാളുടെ ക്യാരക്ടറിൽ നമ്മൾ കണക്ട് ആകുന്ന സമയത്താണ് ചില ആളുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ അവരെ നമ്മൾ ലൈഫ് പാർട്ട്ണർ ആക്കുന്നത്, അവരുമായിട്ട് നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതൊക്കെ. ഇതേപോലെ ചില ആളുകൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതും അവരുടെ ക്യാരക്ടർ കാണുമ്പോഴാണ്. എന്താ പറയാ, ഇവരുടെ ക്യാരക്ടർ ചിലപ്പോൾ പുറത്തുനിന്ന് നമുക്ക് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്തിട്ടുണ്ടാവും, ഓക്കെ ഇവർ അടിപൊളിയാണെന്നൊക്കെ. പക്ഷെ അടുത്തറിഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇവരുടെ ക്യാരക്ടർ പറ്റാണ്ടാവും. ഇവരുടെ ക്യാരക്ടർ നമ്മൾ എന്താ പറയാ, നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത പല കാര്യങ്ങളിലൂടെ ആവും ഇവരുടെ ലൈഫും ഇവരുടെ ഒരു ക്യാരക്ടറും. ശരിക്കും ഇത് കറക്റ്റ് ലൈൻസ് ആണ്. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഡീപ്പായിട്ട് ചിലപ്പോൾ എല്ലാവരും ചിന്തിക്കണമെന്നില്ല. ഇങ്ങനത്തെ ലൈൻസ് കാണുമ്പോൾ നമ്മൾ കറക്റ്റ് ആലോചിക്കും, യെസ് ഇത് കറക്റ്റ് ആണല്ലോ. സ്വഭാവമാണ് ഒരാളെ അടുപ്പിക്കാനും അകലിപ്പിക്കാനും കഴിവുള്ള ഏക വസ്തു. യെസ്, കറക്റ്റ്. അപ്പൊ ഏതായാലും ഇന്നത്തെ കോട്ട്സും ഇന്നത്തെ റൈറ്റിങ്സും നമ്മൾ ഇതുവരെ എടുത്ത സീരീസിൽ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈം എപ്പിസോഡ് 7 ഫണ്ണായ 2 റൈറ്റിങ്സ് കിട്ടിയത്. പക്ഷെ അത് നല്ല റൈറ്റിങ്സ് ആണ്, നല്ല സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സാധനങ്ങൾ. എന്താ പറയാ, കൊറോണയും വെള്ളപ്പൊക്കം വന്നതും പിന്നെ EMI കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോട്ട് ഏതാണ് അല്ലെങ്കിൽ റൈറ്റിംഗ് ഏതാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ വീഡിയോന്റെ താഴെ, ലാസ്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോട്ട് ഏതാ, റൈറ്റിങ്സ് ഏതാന്ന് കമന്റ് ചെയ്യണമെന്ന്. പക്ഷെ നിങ്ങൾ വേറെ കുറെ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യില്ല. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾ കമന്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ. പക്ഷെ ഇതും കൂടി നിങ്ങളൊന്ന് കമന്റ് ചെയ്യും, കാരണം അത് ഇവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് അല്ലേ. ഈ പേജിന്റെ ആളുകൾക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ ലൈൻ അല്ലെങ്കിൽ അവരുടെ റൈറ്റിംഗ് ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് അവരറിയുമ്പോൾ അവർക്ക് എത്രത്തോളം സന്തോഷം കിട്ടും. നാളെ നിങ്ങൾ എഴുതുന്ന ഒരു റൈറ്റിംഗ്, നിങ്ങൾ എഴുതുന്ന ഒരു കോട്ട്, ഇതേപോലെ നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഞാനെന്നല്ല ഇപ്പൊ വേറെ ആരെങ്കിലും ഒരു വീഡിയോയിൽ പറഞ്ഞു, അത് ഒരാൾ ഇഷ്ടപ്പെടുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ കാരണം ഒരാൾക്ക് ഛേദമില്ലാത്തൊരു ഉപകാരം എന്ന് പറയുന്ന പോലെ കൊടുക്കാൻ പറ്റുന്നല്ലേ. സോ ഈ വീഡിയോ ഫുള്ള് കാണണം. ഈ വീഡിയോ ഫുള്ള് കണ്ട ആളുകൾ ചിലപ്പോൾ ഈ ലാസ്റ്റ് പോർഷൻ കാണില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോട്ട് ഏതാണ്, ആ ഒരു റൈറ്റിംഗ് ഏതാണ്, അതിന്റെ ആ സെക്കൻഡ്സ് ഉണ്ടാവില്ല, എത്രാമത്തെ ടൈമിലാണ് പറയുന്നത്, അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞാലും മതി. ആ ആളുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും ഒരു സന്തോഷമാകട്ടെ. ആൻഡ് ബൈ ദ വേ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഒരുപാട് ആളുകൾ പേഴ്സണലി മെസ്സേജ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിലെ കമന്റുകളൊക്കെ ഞാൻ സീരിയസ്ലി വായിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. ഞാൻ അതാണ് എല്ലാത്തിനും റിപ്ലൈ ഒക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമന്റ്സ് കാര്യങ്ങളൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. സോ എപ്പിസോഡ് 8 പുതിയ കോട്ട്സും പുതിയ റൈറ്റിങ്സും പുതിയ റീലുമായിട്ട് നമുക്ക് കാണാം.